രാഹുലേട്ടാ, ഞങ്ങളുടെ പന്ത് പൊട്ടി. അത് എനിക്ക് പൈസയും തരുമോ? ഒന്ന് പൊക്കേടാ, മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അതെന്റെയാ. ഇതെനിക്ക് കടലിൽ നിന്ന് കിട്ടിയതാ. കടലിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന എന്തും എന്റെയാ. നിങ്ങൾ ആരാ? ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കടലച്ചനാ. കടലമ്മയോടെ എന്നിട്ട്? ആ, അവളിപ്പോ പഴയതുപോലെ പുറത്തൊന്നും ഇറങ്ങാറില്ല. എന്തേ വയ്യേ? അവൾക്ക് മടുത്തു. അവളെ കൊന്നുകൊണ്ടിരിക്കുവല്ലേ ആരൊക്കെ? മനുഷ്യർ. എല്ലാ ചപ്പും ചവറും അഴുക്കും കൊണ്ട തള്ളുന്നത് അവിടെ നെഞ്ചത്തേക്കല്ലേ. കുടിച്ച കുപ്പി വരെ വലിച്ചെറിയുന്നത് കടലിലേക്കല്ലേ. ഇയാൾക്ക് വല്ല പ്രാന്താണോ ഇനി? ആ രാഹുലേ, നല്ല നമ്പരാ. കഴിഞ്ഞ ടിക്കറ്റിനെ 1000 അടിച്ചോണ്ടാ കുറച്ചു ദിവസം പിടിച്ചതെന്ന്. ഇനിയിപ്പോ ഇതടിക്കണം. ഇതടിക്കും. നീ ഒന്നും ആയില്ലല്ലേ? PSC റാങ്ക് ലിസ്റ്റിലുണ്ട്. എപ്പോ വിളിക്കൂന്ന് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ അച്ഛന്റെ കൂടെ കടലിൽ പോയിക്കൂടെ? ഞാനും അച്ഛനും മാച്ചാവില്ല. പങ്കായം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പുള്ളി മാടമ്പിത്തരം കാണിക്കും. എന്നാ പിന്നെ വേറെ ആരുടെയും കൂടെ പണിക്ക് പോണം. ആ ശരി, ഞാൻ പോണു. അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ നുള്ളി പിറക്കിയ ടിക്കറ്റ് എടുത്തത്. ഞാൻ ആരെടുത്ത് തെണ്ടാൻ പോവാണോ എന്തോ. സോണിയേട്ട ഒരു 100 രൂപ ഉണ്ടെങ്കിൽ തരൂ. എടാ, ഗവൺമെന്റ് ജോലി കിട്ടുന്നവരെ നിനക്ക് കടലിൽ പോയി കൂടെ? ആൾക്കാരോട് കടം മേടിക്കാൻ നിൽക്കണം. ചേട്ടാ, ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആരാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ? ഈ കടലിൽ പോയി കഴിഞ്ഞാൽ എന്നെ അന്വേഷിച്ച് ഏതെങ്കിലും പെമ്പിള്ളേരുടെ അച്ഛന്മാര് വന്നാ മീൻകാരെന്ന ലേബിൾ വീഴൂലേ? അപ്പം ജോലിയും കൂലിയും ഇല്ലാതെ പെണ്ണ് കെട്ടാൻ നടക്കുക. അല്ല, എന്റെ ഈ ലുക്ക് വെച്ചിട്ടൊക്കെ പെണ്ണ് കിട്ടിയാലോ? ഓ, ലുക്ക് വെച്ച് ഈ കാലത്ത് പെണ്ണ് കിട്ടും അല്ലേ? ചേട്ടാ, ഉടനെ റിക്രൂട്ട്മെന്റ് വരുമെന്നാ കേട്ടത്. ആവട്ടെ, അതുവരെ നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കാമല്ലോ. ഇങ്ങനെ എത്ര നാളെ മറ്റുള്ളവരോട് കടം മേടിച്ച് ജീവിക്കും? സോണിയേട്ടൻ എനിക്ക് മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അല്ലേ. എടാ, നിനക്കൊരു കാര്യം അറിയോ? ഒരു വെള്ളപ്പൊക്കത്തിൽ കേരളം മൊത്തം മുങ്ങിയപ്പോ ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ വഞ്ചി എടുത്തിറങ്ങി പുറപ്പെട്ടവരാ ഈ കടലിന്റെ മക്കൾ. അന്ന് കേരളം നമ്മളെ വിളിച്ചതേ മീൻകാരനെന്നല്ല, കേരള സൈന്യമെന്നാ. അറിയാമോ നിനക്ക്? അതെ, ഇതാ വാസുവിന്റെ മോനല്ലേ? ആ അതെ മാഷേ, അവന് പണിയായിട്ടില്ല. ഇടയ്ക്ക് പോക്കറ്റ് മണിയായിട്ട് എന്നോട് ചോദിക്കും. ആ, കരയിന്ന് പൊന്ന് കുഴിച്ചെടുക്കണമെങ്കിൽ കടലിൽ നിന്ന് പൊന്ന് കോരിയെടുത്താ മതി. അതുപോരെ പോക്കറ്റ് മണിക്ക്? ഒരു കാര്യം സത്യം മാഷേ, മെയ്യാനെങ്കിലുള്ള പണി ഇനി ഒരു കാലത്തില്ലാതാവും. ആ, അത് ശരിയാ. അന്ന് വിയർക്കാൻ വേണ്ടി മരുന്നും കഴിക്കേണ്ടി വരും. നമുക്ക് പോവാം. ആ, പോകാം. രാഹുല,
പൈസ വെച്ചിട്ട് കുറെ നാളായില്ലേ, ഇപ്പൊ തന്നെ കിട്ടിയത്. എന്ത് ചെയ്യാനേട്ടാ, പണിയൊന്നും ആയിട്ടില്ല. പണി കിട്ടുമ്പോഴല്ലേ ശരിയാവും. ഇന്നത്തെ പയ്യന്മാരുടെ ഓരോരോ കാര്യങ്ങളെ. ഇവനെ പണിയൊന്നും ആയില്ലേ? ഇവന്റെ കാര്യങ്ങളൊക്കെ ഇവനെ എങ്ങനെയാണ്? ഇതൊക്കെ തന്നെയാണ് ഇവന്റെ പണി. ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കും, എവിടെന്നെങ്കിലും തിരിച്ചോണ്ട് തരുകയും ചെയ്യും. എന്നാ പിന്നെ ഇവന് ഈ കടലിൽ പോയിക്കൂടി. അവൻ സർക്കാർ ജോലി കാത്തിരിക്കുകയാണ്. ഓ, ഇപ്പൊ കിട്ടും സർക്കാർ ജോലി, കാത്തിരുന്നാ മതി. അവൻ സർക്കാർ ജോലി കാത്തിരിക്കുന്ന എപ്പോഴും കിട്ടാനുണ്ട്. ആഹാ, പണക്കാരനായല്ലോ. ഈ 50 രൂപ കയ്യിലുള്ളതാണോ പണക്കാരൻ? 2 നാരങ്ങ വെള്ളം വാങ്ങിയ തീരുമല്ലോ ഈ 50 രൂപ. പിന്നെ എത്ര കാശ് വേണം? ഒരു നല്ല വീട് വെക്കാനുള്ള കാശ്, പിന്നെ കല്യാണം, ഒരു കാറ് മേടിക്കണം, പിന്നെ പിന്നെ കുട്ടികളായി അവരെ പഠിപ്പിച്ച് നല്ല നിലയിലൊക്കെ ആക്കി ടൂറൊക്കെ പോയി വെറൈറ്റി ഫുഡൊക്കെ അടിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഏറ്റവും സുഖത്തോടെ ഒരു ദിവസം കടന്നു പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ കീശയിലിട്ട് അതിൽ നിന്ന് അല്പം എടുത്ത് ആരെയെങ്കിലുമൊക്കെ സഹായിച്ച് ആ ദിവസം ഉണ്ടല്ലോ, അന്നായിരിക്കും ഏറ്റവും സുഖമായി ഉറങ്ങാൻ പറ്റുന്ന ദിവസം. തത്വചിന്ത പറയാൻ എളുപ്പമാ, ഒരു ജോലി കിട്ടാനുള്ള വിഷമേ കാരണവർക്ക് അറിയില്ല. മുന്നിൽ കടലമ്മയും കയ്യിൽ 50 രൂപയും ഉണ്ട്, എന്നിട്ടും നീ കടം മേടിച്ച് നടക്കുക. ഈ 50 രൂപ കൊണ്ട് എന്ത് മണ്ണാങ്കട്ട ഉണ്ടാക്കാന്ന അപ്പാപ്പൻ പറയണേ? അത് പറയാം, പക്ഷേ പകരം കടലമ്മയ്ക്ക് നീ എന്ത് കൊടുക്കും? എന്താ കൊടുക്കണ്ടേ? ഉം, ഉം. ചേട്ടാ, ടങ്കീസും ചൂണ്ടയുണ്ടോ? ആ ഉണ്ട്. ഒരെണ്ണം. നമ്മൾ അന്ന് പഴയ കാലത്തെ ആ കാര്യമൊക്കെ ഒന്നും അല്ലല്ലോ. ആ മീൻ ഒരു മീനിൽ വന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് കൊടുക്കാനാണോ? ആ, എത്ര രൂപയ്ക്ക് കൊടുക്കും?
1500. ഒരു 800 രൂപയാണെങ്കിൽ തരാം. ഏയ് 800 രൂപ ഇല്ല. അനിയ നീ ഇത് കൊടുക്കാനില്ല, നോക്കട്ടെ. ആ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, 1000 രൂപ തരും. ഓക്കെ, ആ അത് മതി. നോക്കട്ടെ. ഫുട്ബോൾ മേടിച്ചോ? ജീവിതത്തിൽ ഒരാൾ ജയിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? മരിക്കുന്നതിന് തൊട്ടു മുൻപ് അതുവരെയുള്ള ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് ചിന്തിക്കുമ്പോഴാണ്. അവസാന ശ്വാസം വിട്ടുപോകുന്ന ആ സമയത്ത് ഇവിടെ എന്ത് നേടി എന്നല്ല, ഇവിടെ എന്ത് കൊടുത്തിട്ട് പോകുന്നു അതല്ലേ നേട്ടം. ശരിക്കും നിങ്ങൾ ആരാണ്? അവസാന ശ്വാസം വിട്ടുപോകുന്ന ആ സമയത്ത് ഇവിടെ എന്ത് നേടി എന്നല്ല, ഇവിടെ എന്ത് കൊടുത്തിട്ട് പോകുന്നു അതല്ലേ നേട്ടം.